ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ദേവനന്ദിന്റെ പാല മറ്റക്കരയിലെ വീട്ടിൽ നിന്നും മുത്തശ്ശൻ നാരായണപിള്ളയും മുത്തശ്ശി തങ്കമ്മയും ഓർമ്മകൾ പങ്കുവച്ചു. എവിടെയെങ്കിലും പോകുന്നെങ്കിൽ എന്നോട് മാത്രമേ പറഞ്ഞിട്ട് പോകാറുള്ളൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അവനെല്ലാം കണ്ട ഇവിടെ നിന്ന് കാറെല്ലാം ഇറങ്ങിയാൽ എൻ്റെ തലേനാട്ടോ നോക്കുന്നത്, മുടിയുണ്ടോ കേട്ടാ. അവനൊരു നേരം ഒരു കാലമായിരുന്നു എല്ലാം. ഇവിടെ ഞാൻ എണ്ണയിൽ എടുക്കുകയാണെങ്കിൽ എന്നെക്കൊണ്ട് അവൻ ഒരു വക എടുപ്പിക്കത്തതില്ല. അച്ചോയി എടുക്കണ്ട, അച്ചോയി നല്ലതാണ്. എന്താ വിളിച്ചോണ്ട് അച്ഛാന്നോ? അച്ചോയിന് അച്ചോയി. അമ്മൂമ്മ എങ്ങനെ വിളിക്കുന്നത്? അമ്മണിയമ്മ അച്ചോയി അല്ലേ? അങ്ങനെ വിളിച്ചത്. അപ്പോൾ അവർ മലപ്പുറത്ത് പോയിട്ടപ്പോൾ ഒരു 30 വർഷം കഴിഞ്ഞ ഓണത്തിന്. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് 2 മണിയാക്കി ഇവിടെ നിന്ന് അവൻ്റെ അമ്മ വീട്ടിലോട്ട് പോയത്. പണിമലയ്ക്ക് പോയി. പിറ്റേ ദിവസം അവിടെ നിന്ന് തിരുവോണത്തിന് അങ്ങ് തിരുവോണത്താണ് ഉച്ച കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് പോയി. തിരുവോണത്തിന് ഇവിടെ ആയിരുന്നു? എല്ലാ വിശേഷത്തിനും ഇവിടെ വരും. വിഷു, ഈസ്റ്റർ, ക്രിസ്തുമസ്, എല്ലാത്തിനും എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ ഓണത്തിനാണ് അവസാനമായി കൊച്ചുമകനെ കണ്ടതെന്ന മുത്തശ്ശിയും പ്രതികരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്: ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും. പിള്ളേരായതുകൊണ്ട് അവർക്ക് അത്ര വേറെ വീട്ടിൽ പോകും, അത്രയും വിളിക്കണമെന്നില്ലല്ലോ. നമുക്കല്ലേ നമ്മൾ എടുക്കുന്ന പോകും വിളിക്കണം. അങ്ങനെ വിളിക്കും, ഇങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, സംസാരിക്കും. ഈ ഞായറാഴ്ച വിളിച്ചിട്ട് കിട്ടിയില്ല. ഓണത്തിന് അവസാനമായിട്ട് ഓണത്തിന് വന്നു. ഓണം സാധാരണ ആഘോഷം പോലെ നമ്മൾ ആഘോഷിച്ചു. അങ്ങനെ ആഘോഷിച്ച് വെച്ചാൽ ഒന്ന് പോയതാ എല്ലാവരും. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കൂടെ ഇടയ്ക്ക് വന്നായിരുന്നു, അത്യാവശ്യത്തിന് വന്നായിരുന്നു. വീട്ടിൽ അടുക്ക പോയില്ല, അവരൊന്ന് പോയി. പോയതിനു ശേഷം ഇതൊക്കെയാണ് സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.